Daily. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. എല്ലായിടത്തും ചാരം വീണ് പൊട്ടി ചട്ടി അതിൽ മീൻ വരട്ടി പച്ചമുളക് കൂട്ടി ചോറൊക്കെ തട്ടി മുല്ല കുടിച്ച് വളർന്നു ബിയറടിച്ച് തളർന്നു പിച്ച വെച്ചപ്പം നടന്നു പണ്ടിക്കടിഞ്ഞു പറഞ്ഞു ഹറാം ഇതിലും ഹരം പിടിച്ചും ഹറാം പറപ്പും ഹറാത്തേജ് നോക്കുപെന്നെ. നമ്മളിപ്പം ഡാപ്സിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഡാപ്സി പറഞ്ഞത് മണ്ണിന്റെ ഒരു മണമുള്ള പാട്ടുകളാണ് ഞാൻ ഇനി ചെയ്യുള്ളൂ. എല്ലാത്തരം പാട്ടുകളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയാവട്ടെ. നമുക്ക് തന്നെ മടുക്കൂല ചിലത്. ഇനി ഇത് ചെയ്തത് മതി, ഇനി ഇതിങ്ങനെ പിടിക്കാന്നൊക്കെ തോന്നില്ല. വേവൂല വേവൂല എന്റെ ചോറിന്റെ കലത്തില് വേവൂല 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 എന്റെ ചോറിന്റെ കലത്തില് വേവൂല. എത്ര ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 2019 ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ 2020 ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോ കേരളത്തിൽ EDM കൾച്ചർ അങ്ങനെ വന്നിട്ടില്ല. EDM പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അങ്ങനെ പോപ്പുലർ അല്ല അങ്ങനെ അധികം. എത്ര വലിയ റാപ്പേഴ്സ് ആയി എന്ന് പറഞ്ഞാലും ഉമ്മമാരുടെ ഇതൊക്കെ എന്റെ പെരീന്ന് ഇപ്പൊ ആട്ടി വിട്ടിട്ടുള്ളൂ തന്നെ. ഈ മുടിയിലാണ് ചെന്നപ്പോ ഉമ്മ പറഞ്ഞു എത്തത് കോലം എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞ നല്ല രസമുണ്ട്, വെറുതെ എന്നെ ഇങ്ങനെ തിന്നാൻ വരികയാണ്, വേറെ ഒന്നല്ല. ഓക്കെ, എന്തായാലും 3 പേരോടും കൂടിയിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാത്തത്, ഈ ഇപ്പം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളും ആൻഡ് പ്ലസ് ഒരു മതപരമായിട്ടുള്ളൊരു കൾച്ചർ പോകുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ തന്നെ മേ ബി ഇങ്ങനെ ഒരു സിസ്റ്റം പോലെ ഫോളോ ചെയ്യുന്ന വേറെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആക്ച്വലി. അപ്പം നിങ്ങൾ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായാലും ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ 3 പേരെയും? നമ്മൾ കൾച്ചർ എന്ന് പറയുമ്പോൾ മലപ്പുറത്തിൽ മൊത്തം നമ്മളിപ്പോ ഇവിടുത്തെ കുറെ മാപ്പിള കലാകാരന്മാർ അല്ലെങ്കിൽ ഈ ടൈപ്പ് നമ്മൾ പഴയ കാലത്തെ കമ്പോസിഷൻ പരിപാടികളൊക്കെ ഉണ്ട്. മ്യൂസിക്കിൻ്റെ കുറച്ച് കമ്പോസിങ്, മെലഡി കമ്പോസിങ്, അതൊക്കെ ഒരുപാട് അത് തലയിൽ ഉണ്ടായതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ഏറെക്കുറെ ബീറ്റുകളും അറബിക് ടൈപ്പ് മെലഡീസാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ EDM കൾച്ചർ അങ്ങനെ വന്നിട്ടില്ല. ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് പരിപാടികൾ കുറവാണ്. ഈ DJ പ്രോഗ്രാമുകൾ അങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും EDM പ്രൊഡ്യൂസേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അങ്ങനെ പോപ്പുലർ അല്ല അങ്ങനെ അധികം. ആക്ച്വലി ഞാൻ നിങ്ങൾ 3 പേരും കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ ഒരു റാപ്പ് വാറെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. റാപ്പ് വാറില്ലേ? ഞങ്ങൾ തമ്മിൽ വാറാക്കേണ്ടി വരും, റാപ്പർ അല്ലല്ലോ. ഒരു റാപ്പ് കോമ്പറ്റീഷൻ വെച്ചാലോ? കോമ്പറ്റീഷനാ നമ്മൾ ഈ പുറത്തത് കണ്ടിട്ടില്ലേ, ബാറ്റിലാ റാപ്പ് ബാറ്റില്? റാപ്പ് ബാറ്റിൽ അതുണ്ടല്ലോ, ഞാൻ പറയട്ടെ, അത് ഇവനെ കൊണ്ട് നടക്കും. അത് ഫ്രീ സ്റ്റൈൽ ചെയ്യാം. അതായത് മനസ്സിലൊന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. അപ്പോഴൊക്കെ വായിന്ന് വരുന്ന വാക്കുകൾ വെച്ചിട്ടാണ് അത്. ചിലൊരു പ്രീ റിട്ടേൺ സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ അതങ്ങനെ ചെയ്യാൻ പരിപാടി എന്നെ കൊണ്ട് നടക്കൂല. തുറന്നു പറയാലോ, എനിക്ക് എന്റെ സമയം എടുത്ത് എഴുതി വരണമാണ്. എനിക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ അത് വേറെ പരിപാടിയാണ്, അത് വേറെ സാധനം, വേറെ തന്നെ ഒരു സംഭവം. ഇല്ല, ഞാൻ ചെയ്യും, ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്, അത് വേറെ വിഷയം. ഒരുമിച്ച് ചെയ്യാറുണ്ട്, പക്ഷെ അല്ല അങ്ങനല്ല. ഞാൻ ചെയ്യണ പരിപാടി വേറെ. ഇവനാണ് ഫ്രീ സ്റ്റൈൽ ചെയ്യാം, മാരകമായിട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യും പെട്ടെന്ന്. കഥ തുടറ്റുന്ന നോക്ക് എന്റെ നേരം പോക്ക് എന്നെ നോക്ക് ഇല്ലേ കണ്ണ് പൂട്ട് തല തെറിച്ചവന്റെ പാട്ട് കേട്ട് പൊത്തി പിടിച്ച കാതോർത്ത് നോക്ക് പൊന്നാനിക്കാരന്റെ നാക്ക് പൊഞ്ഞ് റാപ്പൊക്കെ ചെയ്ത് കൊച്ചിക്ക് വന്ന് ഇടം ചെവിയിൽ സ്റ്റെഡുണ്ട് നാക്കിന്റെ സ്റ്റെണ്ട് കാണണ്ട് ഫ്ലോറിൽ ഞാനുണ്ടോ എന്റെ ആഗ്രഹത്തിനൊത്ത ജീവിതത്തിന് എന്ത് പറ്റി എല്ലായിടത്തും ചാരം വീണ് പൊട്ടി ചട്ടി അതിൽ മീൻ വരട്ടി പച്ചമുളക് കൂട്ടി ചോറൊക്കെ തട്ടി മുല്ല കുടിച്ച് വളർന്നു ബിയറടിച്ച് തളർന്നു പിച്ച വെച്ചപ്പം നടന്നു പണ്ടിക്കടിഞ്ഞു പറഞ്ഞു ഹറാം ഇതിലും ഹരം പിടിച്ചും ഹറാം പറപ്പും ഹറാത്തേജ് നോക്കുപെന്നെ. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പം മ്യൂസിക് എഴുതുമ്പോഴായാലും ഓരോ കാര്യത്തിന് ഈ ഒരു ലാംഗ്വേജ് എത്രത്തോളം മീൻസ് ഈ സ്ലാങ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് ജന്മനാളുള്ളൊരു സംഭവമല്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ അത് കൂടുതൽ എളുപ്പമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയുള്ളത്. ഒരു പാട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ ലെവലിൽ മലയാളമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ തരേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ നമുക്ക് ജനിച്ച മുതൽ കിട്ടിയ സംഭവമാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ അച്ചടി ഭാഷ അല്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സംഭവം തന്നെ അല്ലേ. സ്ഥിരമായിട്ട് നമ്മൾ എന്താ പറയുന്നത് അതേ സാധനമാണ് നമ്മൾ എഴുത്തിൽ കൊണ്ടുവരും. ഞാനൊരു എഴുത്തുകാരനല്ല, അങ്ങനെ ഇവർ രണ്ടോളം മെയിൻ ലിറിക്കലി അതിന്റെ ഒരു മെയിൻ കാരണം. എത്ര ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒരു 2019 ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ 2020 ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. 4 കൊല്ലം ബാക്കിൽ തന്നെ 21 ഒരു വയസ്സല്ലേ? കാരണം നിങ്ങൾക്ക് 3 പേർക്കും എനിക്കിപ്പോ ശ്രദ്ധിച്ചിടത്തോളം 3 ഒരു ക്യാരക്ടർ അല്ലേ. എഫി എപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. ലിൽപൈനാണെങ്കിൽ നന്നായി സംസാരിക്കണം. ഇതാണെങ്കിൽ ഭയങ്കര ശാന്തനായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ? കറക്റ്റ് അല്ലേ? അതെ, ഞാൻ കഷ്ടപ്പെട്ടാ അതെ. ഇപ്പൊ നിങ്ങൾ എന്നെ കളിയാക്കണ പോലെ അല്ല, സത്യം പറയട്ടെ, എല്ലാരും ഭയങ്കര തൊള്ള തന്നെയാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇവിടെ തൊള്ളിമ്പോൾ ഉണ്ടാക്കിയ അങ്ങനൊന്നുമില്ല.
അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെയാണ്. ഇവൻ ചേറും ചൊല്ലല്ലാതെ അവന്റെ തൊള്ളിയൊന്നും വരില്ല. അപ്പൊ ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ നിൽക്കണ ഇവനായാലും അതെ, ഈ ചേറും ചളിയും എന്ന് പറയുന്നത് ചേറും ചെളി ചേറ് ചളി എന്നൊക്കെ പറയുമ്പോ ചളി ചളി അടിക്കൂലേ നല്ല രീതിക്ക്. ചളി അടിക്കുന്ന ആളാണല്ലേ. എല്ലാരും പണി അതായി പോയില്ലേ? എന്നിട്ട് ഇവിടെ നമ്മളല്ല നമ്മളേലേ കൂട്ടേണ്ടത് ഇതില് ഇവൻ ചളി അടിക്കണം. ചളി മീൻസ് തഗ്. ഇപ്പൊ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 3 പേരും 3 ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ടൊരു ഇവനെ കാണുമ്പോഴാണ് ഇങ്ങനൊന്നും അല്ല ശരിക്കും. ശരിക്കും ഇതിന് ഇങ്ങനെയാണ് വേണ്ടി ആ സിമ്പിൾ ആണ് പറഞ്ഞിട്ട് വന്നത്. അങ്ങനല്ല ഞാൻ ഷോസിന് പോകുമ്പോ ശരിക്കും ഞാൻ കറക്റ്റ് ഇറങ്ങിയതാ. ഇന്ന ഷർട്ട് മാറ്റിച്ചാ അല്ലല്ല അങ്ങനൊന്നുമല്ല ഞാൻ അങ്ങനൊന്നും ഇടുന്ന ആളല്ല കേട്ടോ. ഞാൻ സാധാ ടീഷർട്ട് എങ്ങനെയാ ടീഷർട്ട് ഇട്ടിട്ട് സാധാ ഇത് ഇവനോണ്ട് ഇടല്ലേ ഞാൻ ഇടുന്നത് പറഞ്ഞിട്ട് ഇട്ടതാ. രണ്ടാളും ഇട്ടാ മറ്റേ ഇതാവും പറഞ്ഞത്. അല്ല, സാധാ ഈ റാപ്പേഴ്സിന്റെ കാര്യത്തിലൊക്കെ മിക്കത് ഈ ബാഗ് കാണാറുണ്ട്. എന്താ ഇതിലിന്റെ ഫേസ് വാഷും ഞാൻ അവിടുന്ന് 1.5 മണിക്കൂർ വരെ എന്റെ ഫേസ് വാഷും എന്റെ സ്പെക്സും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് പോക്കറ്റിലൊക്കെ ചെന്ന് പോക്കറ്റ് വീർത്തിരിക്കൂലേ, അതിന് വേണ്ടി മാത്രം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. പുറത്തിറങ്ങുമ്പോ കാരണം പൊടിയല്ലേ. എപ്പോഴും ഞാൻ തൊപ്പി വെച്ചാ പുറത്ത് പോവാ? അല്ല, ഇത് വെറ്റായോണ്ട് മാത്രം. മഴയൊക്കെ കൊണ്ടുവന്നല്ലേ, അല്ലാണ്ട് ഇതാക്കിയതല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്റെ പെരീന്ന് ഇപ്പൊ ആട്ടി വിട്ടിട്ടുള്ളൂ. മുടിയിലാണ് ചെന്നപ്പോ ഉമ്മ പറഞ്ഞു എത്തത് കോലം എന്ന് പറഞ്ഞു. ഉമ്മ പറയാൻ നല്ല രസമുണ്ട്. വെറുതെ എന്നെ ഇങ്ങനെ തിന്നാൻ വരികയാണ്, വേറെ ഒന്നല്ല. ഇത് ഇപ്പൊ ചെയ്തുള്ളതാണോ? അല്ലല്ലോ, ഇത് ഒരാഴ്ച ആയിട്ടുള്ളൂ. തേങ്ങയാണ്. ഒരാഴ്ച 2 ആഴ്ച ആയിരുന്നു അല്ലെ? കുറച്ചായി. ഇത് അത്രയല്ല, 1 മാസത്തിനുള്ളിൽ അത്രേ ഉള്ളൂ. അത്ര ഉള്ളൂന്ന്. അത്ര ആയില്ലേ? 1 മാസമായില്ലേ? 1 മാസം ആയിരുന്നാലും ഉമ്മ ആട്ടി പറഞ്ഞപ്പോഴേ എത്ര വലിയ റാപ്പേഴ്സ് ആയി എന്ന് പറഞ്ഞാലും ഉമ്മമാരുടെ അതുണ്ടാവും. അത് പിന്നെ അങ്ങനെയാണല്ലോ. അതെങ്ങനെ ആവണല്ലോ. അതെ, ഇപ്പം പറയുമ്പോഴായാലും നിങ്ങൾ പറഞ്ഞു ജീവിതത്തിലെ കാര്യങ്ങൾ വെച്ച് എഴുതുന്നുണ്ട്, അങ്ങനെ ഓരോ ഇൻസ്പയർ ചെയ്തിട്ട് എഴുതുന്നുണ്ട്. നമ്മളിപ്പം ഡാപ്സിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഡാപ്സി പറഞ്ഞത് മണ്ണിന്റെ ഒരു മണമുള്ള പാട്ടുകളാണ് ഞാൻ ഇനി ചെയ്യുള്ളൂ, അതിനെ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുക, അതോ അതിനൊരു എക്സ്പോഷർ മീൻസ് പുറത്തത്തെ കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട്? എല്ലാം ഉണ്ടാവും. നമുക്കും സാറ്റിസ്ഫാക്ഷൻ, ആൾക്കാർക്ക് കേൾക്കുമ്പോൾ രസമുണ്ടെങ്കിൽ അത് മണ്ണിന്റെ മണം എന്നല്ല. ലൈക്ക് എന്താണെങ്കിലും തരാം. പാട്ടാണല്ലോ, ഇവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കടക്കാം നമുക്ക്. കജിൽ മലപ്പുറം കത്തി പേര് അബോക്കർ കുട്ടി കജിലുണ്ട് ഒരു പെട്ടി കായ് മൊത്തം വാങ്ങിക്കൂട്ടി പെട്ടി തട്ടി മണ്ട പൊട്ടി പെട്ടി പൂട്ടി പൂട്ടും പൊട്ടി ഞമ്മക്ക് മുന്നിൽ ജി കുട്ടി ചുണ്ടിൽ സിഗരറ്റ് കുറ്റി വന്ന പഴിച്ചി മറന്ന് എന്റെ വാലുകളേറ്റത് വിദുഷകന്റെ വേഷത്തി വിദേശത്ത് നിപ്പർ പടച്ചോനന്തി പൊറുക്ക് തുനിയവ് നീ കൊടുക്ക് എന്റെ അറവ് അനക്ക് വേവ് കൂട്ടിച്ച് സഹിക്ക് ഓന്റെ നാക്ക് നീളം കൂട്ടി മട്ടം പോലെ ചെയ്ത് കുട്ടി മക്കറായി മജ്ജത്തായി മൈമുനക്ക് ചക്കര കിട്ടി തുപ്പല പൊട്ടി ബച്ച് തച്ചി കൊച്ചിലെ കൊഞ്ചല മഞ്ചല കാട്ടി തൊള്ളയിൽ വെള്ളം കയറ്റി കൊപ്പിടി ചിട്ടോൺ തുച്ചി ചച്ചിട്ട് പോയി അന്റെ കഥ നിർത്തി കൊത്താലെ പായിക്കും മണ്ടിക്കൊക്കെ ലാഭിക്കും പിത്തന്റെ മോറ് മാറണ്ട മുക്കിക്കോ ചോറുണ്ടാക്കിക്കോ എമ്മച്ചാറിന്റെ എരുവിൽ തുപ്പിക്കോ വേവ് കൂട്ടിക്കോ കൂട്ടത്തിൽ കല മാറ്റിക്കോ ഇല്ലെങ്കിൽ പിന്നെ വേവൂല വേവൂല അന്റെ ചോറിന്റെ കലത്തില് വേവൂല 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 അന്റെ ചോറിന്റെ കലത്തില് വേവൂല 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 അന്റെ ചോറിന്റെ കലത്തില് വേവൂല 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 ചോറിന്റെ കലത്തില് വേവൂല. ഓന്റെ ലീഡ് മെലഡീന്റെ മോളിൽ കൂടെ പാടണം, ഓന്റെ ചൂട് കൊണ്ട് നടന്നിട്ട് കായ് വാങ്ങണം, ഓന്റെ കൂടെ കിടന്നിട്ട് പിന്നെ കാല് വാരണം, ഇന്റെ കാലമൊക്കെ കഴിയട്ടെ പള്ളിക്കാട്ടി മുഴങ്ങപ്പോ പടപ്പോ പടപ്പോ പടച്ചോനെ പേടിച്ചുള്ള നടപ്പോ കളിച്ചിട്ട് കുഴഞ്ഞുള്ള കിടപ്പോ പൊന്നുമോൻക്ക് സുഖമരവിപ്പോ വിളിക്കട്ടെ കിബറും കബറും എന്റെ അവസാനം പണം പടരും കനവും എന്റെ അവസാന പടം പറയും പലരും പയ്യനാര ഏതഗണം പറയും പലരും പയ്യനാണ് ഇന്റെ തണലെന്റെ എമ്മച്ചാറെ കൊണ്ടോരു 4 ലക്ഷം പാടച്ചോരും എന്തോര പാടിച്ചോരും ഞെട്ടട്ടെ സൗത്തിന്റെ മേപ്പെട്ടോരും ഇന്റെ അടുക്കള കേറല്ലേ. എല്ലാതരം പാട്ടുകളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയാവട്ടെ. നമുക്ക് തന്നെ മടുക്കൂലേ ചിലത്. ഇനി ഇത് ചെയ്തത് മതി, ഇനി ഇതിങ്ങനെ പിടിക്കാന്നൊക്കെ തോന്നൂലേ. അപ്പൊ ചിലപ്പോ മണ്ണിന്റെ മണ്ണുള്ളതും വരും, മണ്ണിന്റെ ചൂരില്ലാത്തതും വരും. Taste the Daily. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.